എന്താന്നല്ലേ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോഴ് എന്തുണ്ടാക്കും എന്നിങ്ങനെ ഇരുന്നപ്പോൾ രാവിലെ ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഒരു ഒണിയൻ ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പോഴ് ദോശക്കല്ല് നല്ല ചൂടായിരിക്കുകയാണ്. നമുക്കത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ പ്രിയയ്ക്ക് സാധാ ദോശ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കത് സാധാ ദോശ ചുട്ട് വെച്ച്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഒണിയൻ ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പോഴതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 കറിവേപ്പിലയും കൂടെ ഉണ്ട്. പച്ചമുളക് ഇട്ടിട്ടില്ല. പച്ചമുളക് വേണമെങ്കിൽ ഇടാം, ഞാനിട്ടില്ല. എന്നിട്ട് നമ്മൾ സാധാ ദോശ ഇടുന്ന പോലെ ദോശക്കല്ല് ഒരുപാട് ചൂടായി പോയാൽ നിരത്തി എടുക്കാൻ പാടാണ്. നമുക്ക് കുറച്ച് മാവ് ഒഴിച്ച് നല്ല നൈസായിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. നല്ല കാണാൻ നല്ല നല്ല കളർഫുള്ള്, നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് എണ്ണ ഒഴിച്ച് എണ്ണയോ നെയ്യോ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച ടേസ്റ്റ് കിട്ടില്ല. മറ്റുള്ള ഓയിലുകൾ എന്തെങ്കിലും ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല എന്നിട്ട് ശരിക്കും നന്നായിട്ട് എണ്ണ വേണം കേട്ടോ. നല്ല മുരിഞ്ഞ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് ഓയിൽ നമ്മൾ കഴിച്ചും കൂടാ. എന്നാലും ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല മുരിഞ്ഞ് വരണം. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓണിയൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ നല്ല ചമ്മന്തി കൂട്ടി കഴിക്കണം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗേസ് ഞാൻ അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിപ്സി ആയിട്ട് നല്ല ഒണിയൻ്റെയൊക്കെ ആ ടേസ്റ്റും നല്ല വെള്ളച്ചമ്മന്തി, നല്ല കട്ട വെള്ളച്ചമ്മന്തിയും ഒണിയൻ ദോശയും, ഒണിയൻ ആൻഡ് ക്യാരറ്റ്. സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എരിയൊന്നും ഇല്ലാതെ ചെയ്ത് നോക്കിയാൽ സൂപ്പറാണ്. എന്താ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.